ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ഡിസോൾഡറിങ് പമ്പിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ പമ്പിൻ്റെ പ്രത്യേകതയാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ മാർക്കറ്റിൽ പല ടൈപ്പ് ഡിസോൾഡറിങ് പമ്പുകൾ കിട്ടാറുണ്ട്. പക്ഷേ ആ പമ്പും ഈ പമ്പുമായിട്ടുള്ള വ്യത്യാസം, നമ്മുടെ മാർക്കറ്റിൽ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന പമ്പുകളുടെ എല്ലാം ഇതിൻ്റെ ഭാഗത്ത് ക്യാപ്പ് പ്ലാസ്റ്റിക്കിൻ്റെയാണ് കമ്പനിക്കാർ കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്യാപ്പുകളൊക്കെ നമ്മൾ ഡിസോൾഡറിങ് ചെയ്യുന്ന സമയത്ത് അയണിൻ്റെ ചൂടുകൊണ്ട് ഉരുകി പോകാറുണ്ട്. എന്നാൽ നമ്മുടെ ഈ പമ്പിൻ്റെ അറ്റത്ത് സിലിക്കോണിൻ്റെ ട്യൂബ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഉരുകി പോവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സക്ക് ചെയ്യുകയും ചെയ്യും. ഇത് നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയൊരു മോഡലാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് നല്ല പെർഫോമൻസാണ് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഡിസോൾഡറിങ് സ്റ്റേഷനൂടെ പരിചയപ്പെടാം. ഇത് ഡിസോൾഡറിങ് സ്റ്റേഷനാണ്. ഇത് മെട്രിക്യൂ എന്ന് പറയുന്ന കമ്പനിയുടെ ഡിസോൾഡറിങ് സ്റ്റേഷനാണ്. ഇത് വളരെ കാലമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിസോൾഡറിങ് സ്റ്റേഷനാണ്. നമ്മളിത് പവർ കൊടുത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ബോർഡുകളിലെ കമ്പോണൻസ് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളി മെഷീനാണ്. പക്ഷേ ഇതിൻ്റെ റേറ്റ് വളരെയധികം കൂടുതലാണ്. ഇലക്ട്രോണിക്സ് സംബന്ധമായ കാര്യങ്ങൾ പഠിക്കുവാനും അറിയാനും താല്പര്യമുള്ളവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കമൻറ്റ്സ് ചെയ്യുക. നമ്മൾ കൂടുതൽ ഇലക്ട്രോണിക്സ് സംബന്ധമായ കൂടുതൽ നല്ല വീഡിയോകൾ ഇനിയത്തെ വീഡിയോകളിൽ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.